അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലനാണ്. നമ്മുടെ സദ്യ കൂട്ടുകളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഒരു ഓലൻ എന്നുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക കേട്ടോ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഓലന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി കുമ്പളങ്ങ എടുക്കുമ്പം അധികം മൂത്ത് പോവാതെ ഇളയതായിട്ടുള്ള കുമ്പളങ്ങ എടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കണം. അപ്പോൾ അത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 5 വരെ ചേർക്കുന്നുണ്ട്. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് ഒരു 5 വരെയൊക്കെ ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനലായിട്ട് ചേർത്തിയാൽ മതി കേട്ടോ. അങ്ങനെ കറിവേപ്പിലയുടെ കളറൊക്കെ പോകുന്ന അതൊന്നും ആവശ്യമില്ല, ഫൈനലായിട്ട് ചേർത്തി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് നമ്മുടെ തേങ്ങയുടെ 2ാം പാലിലാണ്. അതായത് കട്ടിയില്ലാത്ത തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ട് അതിലാണിത് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പിരിഞ്ഞു പോകുന്നില്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വേണേൽ നമ്മുടെ സാധാരണ വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വേവിച്ചിട്ട് എടുക്കാം. നമ്മളിപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പായിട്ടുള്ള തേങ്ങയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും പാലെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പം അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ടെൻഷനുള്ളവർ സാധാരണ നോർമലായിട്ടുള്ള വെള്ളത്തിൽ വേവിച്ചിട്ട് എടുക്കാം. ഈ ഒരു സമയം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ എരിവാവാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു 2 പച്ചമുളക് കൂടെ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ഒരു കുമ്പളങ്ങ വേവിച്ചിട്ട് എടുക്കാം. കുമ്പളങ്ങ നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് കിട്ടണം കേട്ടോ. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ പരുവത്തിന് അങ്ങനെ വേവായിട്ട് കിട്ടണം. അപ്പം അതുവരെ ഒന്ന് വേവിക്കുക. പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്യുമ്പം അത് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോവരുത്, അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓൾമോസ്റ്റ് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്തിട്ട് കൊടുക്കണം. ഇത് ഞാനിവിടെ 1 കപ്പ് വൻപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വൻപയർ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബാക്കി വെച്ചിട്ടുള്ള ഒരു വൻപയറും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു ഇത്രത്തോളം ലൂസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിയുമ്പം ഇത്രയ്ക്ക് അങ്ങോട്ട് ലൂസൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഒരു വൻപയറും കൂടെ ഈ ഒരു സമയത്തിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു വൻപയർ കൂടെ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങയുടെ 1ാം പാലാണ്. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളത് തേങ്ങയുടെ 2ാം പാല് 2 കപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ തേങ്ങയുടെ 1ാം പാല് ചേർക്കുന്നത് ഒരു 3/4 കപ്പേ ചേർക്കുന്നുള്ളൂ. 1 കപ്പ് മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല, 3/4 കപ്പ് മതിയാകും. അതുകൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പം നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യണം. തേങ്ങയുടെ 1ാം പാല് ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമേ കറിവേപ്പില ചേർക്കാത്തവരാണെങ്കിൽ ഈ ഒരു സമയം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള വെള്ളരിക്ക ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു ചൂടുള്ള പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. കാരണം ആ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓലൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കുക, വളരെ സിമ്പിളാണ്. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്